ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു സ്റ്റാർ കണക്ട്. അപ്പൊ ഇന്നത്തെ സ്റ്റാർ കണക്ട് എപ്പിസോഡ് എന്ന് പറയുന്നത് പാർട്ട് 2 വിത്ത് ഡോക്ടർ വിഷ്ണു നന്ദൻ ആണ്. അതായത് പാർട്ട് 1 കണ്ടിന്യൂവേഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഹാഫ് വെച്ചാണ് നിർത്തിയത്. സോ അതിന്റെ കണ്ടിന്യൂവേഷൻ പ്ലസ് നമുക്ക് കുറച്ച് വ്യൂവേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ വ്യൂവേഴ്സ് ക്വസ്റ്റ്യൻസ് ഡോക്ടർ വിഷ്ണു നന്ദൻ ആൻസർ ചെയ്തിട്ടുണ്ട്. സോ പാർട്ട് 1 കണ്ടിന്യൂവേഷൻ പ്ലസ് വ്യൂവേഴ്സ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ നമ്മുടെ പാർട്ട് 2 വിത്ത് ഡോക്ടർ വിഷ്ണു നന്ദൻ എപ്പിസോഡ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് പാർട്ട് 1 വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഡോക്ടർ വിഷ്ണുവിന്റെ എപ്പിസോഡ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അതേപോലെ കുറെ കാര്യങ്ങൾ പഠിക്കാനും കുറെ പുതിയ കാര്യങ്ങൾ അറിയാനും ഒക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ ഫീഡ്ബാക്സ് കിട്ടി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ സബ്സ്ക്രിപ്ഷനും ലൈക്സിനും കമന്റ്സിനും അതായത് ക്വസ്റ്റ്യൻസിനും ഒക്കെ താങ്ക് യു സോ മച്ച്. സോ പാർട്ട് 2 വിത്ത് ഡോക്ടർ വിഷ്ണു നന്ദനിലേക്ക് ഏവർക്കും സ്വാഗതം. ഡോക്ടർ വിഷ്ണുവിനെ കുറിച്ച് കുറച്ച് സ്റ്റഡിയൊക്കെ നടത്തിയപ്പോ എനിക്കൊരു ഹെഡ്ലൈൻസ് കിട്ടിയെന്ന് പറഞ്ഞാല് ആർട്ടിക് ഐസ് മേ ബി തിന്നിങ് ഫാസ്റ്റർ ദാൻ സയന്റിസ്റ്റ് പ്രിഡിക്റ്റഡ് എന്നുള്ളൊരു ഹെഡ്ലൈൻ ഞാൻ വായിച്ചു. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞിരിക്കുന്നത് സയന്റിസ്റ്റ് പ്രിഡിക്റ്റ് ചെയ്തേക്കുന്നത് 2050 ഐസ് മെൽറ്റ് ആവും എന്നുള്ളത്. ഡോക്ടർ വിഷ്ണുവിന്റെ ടീം അതൊരു 20-30 ഇയേഴ്സ് മുന്നേ തന്നെ മെൽറ്റ് ആവും എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്. സോ എനിക്ക് ഈ ഒരു ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് രണ്ട് ഡൗട്ട്സ് ആണ് തോന്നിയത്. ആക്ച്വലി ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്? ലൈക്ക് ഒരു ടീം കണ്ടുപിടിക്കുന്നതിന്റെയും വേറൊരു ടീം കണ്ടുപിടിക്കുന്നതിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? രണ്ടെന്ന് പറയുന്നത് അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? ലൈക്ക് ഇപ്പൊ നമ്മുടെ ജനറലി ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ എർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഇന്ത്യയിലേക്ക് ആ ഒരു ഇമ്പാക്ട് എന്തൊക്കെയായിരിക്കും, അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും ഈ ഒരു റിസൾട്ടിന്? അപ്പൊ ഈ അതിന്റെ ഉത്തരം, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യം പറയാം. അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീ ഐസ് എന്ന് പറയുന്നത് ഈ ഓഷ്യൻ സൂര്യൻ ഇല്ലാത്ത സമയത്ത് ഓഷ്യൻ തണുപ്പ് കൂടി ഓഷ്യൻ ഐസായി മാറും. -1.8 ഡിഗ്രി ആകുമ്പോൾ ഓഷ്യൻ ഐസായിട്ട് മാറും. ഈ ഐസായിട്ട് മാറി അതിന്റെ തിക്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ട് അതിന്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കും, താഴത്തേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് കൂടി കുറെ കഴിയുമ്പോഴത്തേക്കും സൂര്യൻ വെളിച്ചാടും. സൂര്യൻ വെളിച്ചാടുമ്പോൾ എന്ത് പറ്റും? സൂര്യന്റെ ചൂട് കാരണം ഈ ഐസ് മെൽറ്റ് ചെയ്യും. ഇപ്പൊ ആർട്ടിക്കിലാണെങ്കിൽ ഒക്ടോബർ ആകുമ്പോൾ സൂര്യൻ കാണില്ല. അപ്പോൾ ആ സമയം തൊട്ട് ഈ ഓഷൻ ഫ്രീസ് ചെയ്ത് ഐസാവും. അതൊരു ഏപ്രിൽ വരെ അതിന്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കും. 2 മീറ്റർ 2.5 മീറ്റർ വരെ കൂടിക്കൊണ്ടിരിക്കും. ഏപ്രിൽ ആകുമ്പോഴത്തേക്കും സൂര്യൻ വെളിച്ചാടുമ്പോൾ അതിന്റെ ചൂട് കാരണം എന്ത് പറ്റും? ഈ ഐസ് പിന്നെ മെൽറ്റ് ചെയ്ത് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും, അടുത്ത കൊല്ലം ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇത് മെൽറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി പിന്നെ ഓഷനായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്. കഴിഞ്ഞ ഒരു 10-60 കൊല്ലമായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം, നമ്മുടെ കയ്യിലിരിപ്പ് കാരണം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഷന്റെ ചൂട് കൂടുകയാണ്. ഓഷന്റെ ചൂട് കൂടിയത് കൊണ്ട് ഈ സൂര്യൻ ഇല്ലാത്തപ്പോൾ ഈ ഓഷന്റെ ഒരുപാട് ചൂട് കാരണം എന്ത് പറ്റും? ഒരുപാട് സമയമെടുക്കും ഐസ് ഉണ്ടാവാൻ. കാരണം അത്രമാത്രം ചൂട് വെളിയിൽ പോയാലല്ലേ ഐസ് ഉണ്ടാവത്തുള്ളൂ. നമ്മളെ ഫ്രിഡ്ജില് വെള്ളം വെക്കുന്ന പോലെയാണ്. ചൂടുവെള്ളം ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ഐസ് ഉണ്ടാവാൻ. പക്ഷെ തണുത്ത വെള്ളം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഐസായി മാറും. ഇതാണ് അനോളജി. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം ഈ ഐസ് ഉണ്ടാവുന്ന ടൈമിങ് മാറും. അപ്പോൾ ഒരുപാട് താമസിച്ച് ഐസ് ഉണ്ടാവത്തുള്ളൂ. ഇനി സൂര്യൻ വെളിയിൽ ചാടുമ്പോൾ എന്ത് പറ്റും? പെട്ടെന്ന് കാരണം സൂര്യന്റെ ചൂട്, ഗ്ലോബൽ വാർമിംഗ് കാരണം സൂര്യന്റെ ചൂട് ഒരുപാട് കൂടുന്നുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ ഇമ്പാക്ട് കാരണം പെട്ടെന്ന് ഐസ് മെൽറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഈ ഓപ്പൺ വാട്ടർ സീസൺ, അതായത് ഈ ഓഷ്യൻ എക്സ്പോസ്ഡ്, ഈ സൂര്യനിൽ എക്സ്പോസ്ഡ് ആവും തോറും ഈ ഓഷ്യന്റെ ചൂട് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. ഇത് ആർട്ടിക്കിലും അന്റാർട്ടിക്കയിലും സംഭവിക്കും. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഓഷ്യൻ വാട്ടർ ശരിക്കും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിക്ക് ചുറ്റും. അതായത് ശരിക്കും ഈ ആർട്ടിക്കിലും അന്റാർട്ടിക്കയിലെയും കോൾഡ് വാട്ടർ ശരിക്കും അത് സർക്കുലേറ്റ് ചെയ്ത് ഇന്ത്യൻ ഓഷനിലേക്ക് വരും. ഇന്ത്യൻ ഓഷനിലേക്കുള്ള ചൂടുവെള്ളം തിരിച്ച് മുകളിലോട്ട് പോകും. അങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആർട്ടിക്കിലും അന്റാർട്ടിക്കയിലെയും വെള്ളം ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ അറേബ്യൻ സീ ആയാലും ബേ ഓഫ് ബംഗാൾ ആയാലും അവിടുത്തെ ഉള്ള ഒത്തിരി ചൂട് കൂടും. അപ്പൊ എന്ത് പറ്റും? ഓഷന്റെ ചൂട് കൂടുന്തോറും ഈ ടൊർണേഡോയും അല്ലെങ്കിൽ സൈക്ലോണും ഒരുപാടുണ്ടാവും.
ഈ മൺസൂണിന്റെ ടൈമിങ്, ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാലം തെറ്റിയാണ് മൺസൂൺ മറ്റേ മൺസൂൺ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു റീസൺ ഇതാണ്. അപ്പോൾ ഈ ആർട്ടിക്കിലെ സീ ഐസിന്റെ ഈ മെൽറ്റ് ചെയ്യുന്നതിന്റെ ടൈമിങ് വ്യത്യാസം ഒത്തിരി നമ്മളെ ഒത്തിരി ഇൻഡയറക്റ്റ് എഫക്ട് ചെയ്യും. അതാണ് ആദ്യത്തെ ഉത്തരം. ഐ മീൻ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, സാറ്റലൈറ്റിൽ നിന്ന് ശരിക്കും ഒരു സിഗ്നൽ എമിറ്റ് ചെയ്ത് അത് ഈ സീ ഐസിൽ തട്ടി തിരിച്ചുപോയി അതിന്റെ മെഷർ ചെയ്യുന്നതാണ് തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഐസിന്റെ തിക്നെസ് കണ്ടുപിടിക്കും. ഇപ്പൊ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂ 2 മീറ്റർ ആണെന്ന് വെച്ചോ. ഓക്കെ, പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ വെള്ളം ഉപ്പ് രസമുള്ള വെള്ളമാണല്ലോ, സോൾട്ടി വാട്ടർ ആണ്. അപ്പൊ ഈ ഐസ് ഉണ്ടാകുമ്പോൾ ഐസിന്റെ മുകളിൽ ഈ ഐസ് സർഫസിൽ കുറച്ച് ഇച്ചിരി സോൾട്ട് വാട്ടർ കാണും. അതിന്റെ പുറത്താണ് സ്നോ വീഴുന്നത്. അപ്പൊ സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം കാൻഡി പോലെയാണ്. അപ്പൊ അതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം അബ്സോർവ് ചെയ്യും. അപ്പൊ ഈ സ്നോ, ഈ മഞ്ഞ് കംപ്ലീറ്റ്ലി ഈ സോൾട്ട് വാട്ടർ അബ്സോർവ് ചെയ്യും. അപ്പൊ പ്രശ്നം പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റിൽ നിന്നുള്ള റഡാർ സിഗ്നലിന് ഈ ഉപ്പ് രസമുള്ള സ്നോ ഇഷ്ടമല്ല. അപ്പൊ എന്ത് പറ്റും? അപ്പോൾ ഈ സിഗ്നല് ഐസിലെത്തുന്ന ആ ഡിസ്റ്റൻസ് കുറയും. സ്നോയിൽ എവിടെയെങ്കിലും തട്ടി ആ ഡിസ്റ്റൻസ് കുറയും. ഐസിന്റെ കട്ടി ചിലപ്പോൾ ഒരു 3 മീറ്റർ ആയിരിക്കും. പക്ഷെ സാറ്റലൈറ്റ് കാണിക്കുന്നത് ചിലപ്പോ 5 മീറ്റർ ആയിട്ട് കാണിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് പറ്റും പറഞ്ഞാൽ ആ ഒരു ഡിഫറൻസില്ലേ, 2 മീറ്റർ ഡിഫറൻസ് ഇല്ലേ, അത് നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ, അത് ഭാവിയിലേക്ക് മോഡൽ ചെയ്യുമ്പോൾ അത് ഈ പ്രൊജക്ഷൻ തെറ്റും. അതുകൊണ്ടാണ് ഐശ്വര്യ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് സയന്റിസ്റ്റുമാർ പറയുന്ന 2050 ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു പ്രശ്നം കാരണം, അതായത് വെറും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് രസം കാരണം, അത് ചിലപ്പോൾ ചെറുതാണെന്ന് തോന്നും, പക്ഷെ വലിയൊരു ഫാക്ടറാണ്. അത് കാരണം ഈ പ്രൊജക്ഷനിലെ ഇയർ 2080 എന്ന് പറയുന്നത് നേരത്തെ കുറയും. കാരണം സാറ്റലൈറ്റ് കാണുന്ന ഐസിന്റെ തിക്നെസ്സും ശരിക്കുള്ള ഐസ് തിക്നെസ്സും വ്യത്യാസമുണ്ട്. അത് സാറ്റലൈറ്റിന്റെ കുഴപ്പമല്ല, അത് നമ്മൾ അവസാനം ഒരു വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡുണ്ട്, അതിന്റെ തെറ്റാണ്. ആ തെറ്റാണ് ഞാനും എൻ്റെ ടീമും കൂടെ കണ്ടുപിടിച്ച് അത് പബ്ലിഷ് ചെയ്ത് അത് വലിയ ന്യൂസ് ഒക്കെ ആയി. മീഡിയയില് നല്ല പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ചോദിക്കാൻ കാരണം. പക്ഷെ അല്ല, ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ സാറ്റലൈറ്റ് കണ്ടുപിടിച്ചതാണ് ഈ ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ വിഷ്ണുവിന്റെ ടീം എങ്ങനെയാണ് ഡയറക്റ്റ് അവിടെ പോയി, അങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അതിനെയാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ശരിക്കും ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ഒരു കോർഡിനേറ്റ് ആയിരിക്കും, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. ഒരു ഭൂമിയിലെ എല്ലാ പോയിന്റിനും ഒരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കാണും. നമ്മുടെ ഫോണിൽ ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കുന്ന പോലെ, ഗൂഗിൾ എർത്ത് ഉപയോഗിക്കുന്ന പോലെ. അപ്പൊ നമ്മള് ഇപ്പൊ സാറ്റലൈറ്റിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു പിക്സൽ എന്ന് പറഞ്ഞില്ലേ, മെട്രിക്സ് എന്ന് പറയുന്നില്ലേ. അപ്പൊ ഒരു മെട്രിക്സിൽ ഒരു പോയിന്റ് ചിലപ്പോൾ 2 മീറ്റർ ആണെന്ന് വെച്ചോ. ആ മെട്രിക്സിൽ ആ പോയിന്റിന്റെ ഒരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കാണും. നമ്മൾ ആ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡിലും നേരെ പോകും അവിടെ ആ സമയത്ത്. എന്നിട്ട് അവിടെ കുഴിച്ചു നോക്കും. ഈ ഐസ് കുഴിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ ഒരു സിലിണ്ടറിക്കൽ ഒരു ഐസ് ബ്ലോക്ക് ആയിട്ട് കിട്ടും. അത് നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കട്ടിയാണെന്ന് അറിയാമല്ലോ. ആ കട്ടിയും ആ വാല്യൂവും നമ്മൾ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂ തെറ്റാണെന്ന് മനസ്സിലാവും. ഫാമിലിയെ കുറിച്ചൊന്ന് പറയോ? ഞാൻ പക്ക തിരുവനന്തപുരംകാരനാണ്. വീട് വട്ടിയൂർക്കാവിലാണ്, ട്രിവാൻഡ്രത്ത്. അച്ഛൻ നന്ദകുമാർ തിരുവനന്തപുരം കളക്ടറായിരുന്നു, റിട്ടയർ ചെയ്തു, IAS ഓഫീസറാണ്. അമ്മ സഹകരണ വകുപ്പിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരുന്നു, റിട്ടയർ ചെയ്തു. പേര് ശ്രീലത. എൻ്റെ വൈഫിന്റെ പേര് അമ്മു പ്രകാശ്. ഞാനും അമ്മു ഒരുമിച്ചാണ് ഇവിടെ കാലിക്കറ്റിൽ ജീവിക്കുന്നത്. അമ്മുവും ഒരു സയന്റിസ്റ്റാണ്, ഡേറ്റ സയന്റിസ്റ്റാണ്. ഒരു കനേഡിയൻ പബ്ലിക് സെക്ടർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്, അവിടെ ഡേറ്റ സയന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് അനിയത്തിയുണ്ട്, പാർവതി നന്ദൻ എന്നാണ് പേര്. കേരള ഗ്രാമീൺ ബാങ്കിൽ ജോലി ചെയ്യുന്നു. എൻ്റെ അളിയൻ, അതായത് അനിയത്തിയുടെ ഹസ്ബൻഡ് കൃഷ്ണനുണ്ണി, കടക്കൽ കോടതിയിലെ മജിസ്ട്രേറ്റാണ്, ജഡ്ജിയാണ്.
അവർക്കൊരു കുഞ്ഞുണ്ട്, ജാഹ്നവി. 2 വയസ്സായുള്ളൂ. പക്ഷെ കയ്യിലിരിപ്പ് നല്ല കയ്യിലിരിപ്പാണ്. അച്ഛൻ IAS ഓഫീസറായിരുന്നു, ട്രിവാൻഡ്രം കളക്ടർ ആയിരുന്നു. എന്തുകൊണ്ട് ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് ആ ഒരു ഫീൽഡിലേക്ക് പോയില്ല, എന്തുകൊണ്ട് ഒരു ഡിഫറെന്റ് ഫീൽഡിലേക്ക് പോയി എന്നുള്ളത് എല്ലാരും ചോദിക്കുന്നതായിരിക്കും. ബട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം വെച്ചാല്, ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തപ്പോ അച്ഛന്റെ സപ്പോർട്ട് എത്രമാത്രം ഉണ്ടായിരുന്നു? ഞാനിപ്പോ ഈ ഫീൽഡ് ഇപ്പൊ എന്റെ ഒത്തിരി അഡ്വഞ്ചറസും ചലഞ്ചിങ്ങും ആയിട്ടൊരു ഫീൽഡാണ്. അപ്പൊ ഞാൻ എല്ലാ തവണ ഫീൽഡ് വർക്ക് എക്സ്പെഡിഷൻ പോകുമ്പോൾ എന്റെ അച്ഛൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ തീ പടരും, പേടി കാരണം. പക്ഷേ അവരൊരിക്കലും ഈ ഫീൽഡ് തിരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടല്ല ഈ ഫീൽഡിൽ ഇറങ്ങിയത്. അവർക്കൊരു കുഴപ്പമില്ല, അവർ ഫുള്ളി സപ്പോർട്ടീവ് ആയിരുന്നു അന്നും ഇന്നും എന്നും. പക്ഷെ എന്നാലും നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാവരുടെയും ടെൻഷനാണ് ഇത്തരം ഒരു എക്സ്ട്രീം ക്ലൈമറ്റിൽ പോയി വർക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത്. സോ അവരുടെ മേജർ കൺസേൺസ് എന്തൊക്കെയായിരുന്നു ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് സെലക്ട് ചെയ്തു എന്ന് അറിഞ്ഞപ്പോ? 2 മേജർ കൺസേൺ. ഒന്ന്, ഈ ഇവിടെയൊക്കെ പോകുന്നതിനിടയിൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ചത്തുപോകും. കാരണം ഒന്നാമത് തണുപ്പ്, രണ്ടാമത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനുള്ള വേറെ വകുപ്പൊന്നുമില്ല. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഇത്. ബോഡി പോലും കിട്ടൂല. അതാണ് ആദ്യത്തെ ടെൻഷൻ. രണ്ടാമത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഫ്രോസ്റ്റ് ബൈറ്റ്. അതായത് ഇപ്പോൾ ഈ ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. അത് വന്നു കഴിഞ്ഞാൽ പോകത്തില്ല, അത് പെർമനന്റ് ഡാമേജ് ആണ് ശരീരത്തില്. അപ്പൊ അത് അവർക്കൊരു ടെൻഷനാണ് എപ്പോഴും. ആ ടെൻഷൻ എനിക്ക് റിലീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവരങ്ങനെ യൂസ് ടു ആൻ തോന്നുന്നു, അഡ്ജസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഏറ്റവും പ്രൗഡസ്റ്റ് മൊമെന്റ് ടിൽ ഡേറ്റ് ഏതൊക്കെയാണ്? ഏറ്റവും പ്രൗഡസ്റ്റ് മൊമെന്റോ ടിൽ ഡേറ്റ്? എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയ നിമിഷം തന്നെയാണ്. അതിന് റീസണും കൂടെ ഉണ്ട്. കാരണം എന്റെ അമ്മ എപ്പോഴും പറയടാ പഠിക്കണം പറയും. ഡോക്ടറേറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഡിഗ്രി ഒന്നുമില്ല, പിന്നെ പഠിക്കാൻ പറയില്ല. പിന്നെ എന്റെ അടുത്ത് പിന്നെ അമ്മ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം 76ഓളം കൺട്രീസിലേക്ക് പോയിട്ടുണ്ടെന്നാണ് എന്റെ റിസർച്ചിൽ ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്പൊ സോ ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി ഏതായിരുന്നു അതില്? നോർവേ. എന്തുകൊണ്ടാണ്? നോർവേ അൺഎക്സ്പ്ലോർഡ് ബ്യൂട്ടി. അതായത് നമുക്ക് എന്ത് കാണണോ, ജീവിതത്തിൽ എന്ത് കാണണോ അതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ആരും പോവാത്തൊരു സ്ഥലമാണ്. കാരണം എന്തുവാണ്, വല്ലപ്പോഴേ സൂര്യൻ ഉദിക്കത്തുള്ളൂ, വല്ലപ്പോഴേ സൂര്യൻ അസ്തമിക്കത്തുള്ളൂ എന്ന രീതിയിലുള്ള രാജ്യമാണ്. പക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ പോയിട്ടുള്ളതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല രാജ്യം. പക്ഷെ ഇപ്പോൾ പോകാൻ കഴിയാത്തവർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ പോകേണ്ട ഒരു സ്ഥലം. ഇപ്പൊ പറഞ്ഞ കുറെ എക്സ്പെഡിഷൻസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഓരോ എക്സ്പെഡിഷൻസും യുണീക്ക് ആയിരിക്കും, ഓരോ എക്സ്പെഡിഷനിലും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. എങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പെഡിഷൻ ഏതായിരുന്നു? അപ്പൊ 2 എക്സ്പെഡിഷൻസ് ഉണ്ട്. ഒന്ന് ഞാൻ ഇപ്പൊ പോയ മൊസൈക്ക് എക്സ്പെഡിഷൻ, അതാണ് ആദ്യം ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞ 2015 ഞാന് സ്വാൽബാർഡ് എന്ന് പറഞ്ഞ് നോർവേയിൽ നിന്ന് നോർത്തേൺ നോർവേയിൽ ഒരു ഐലൻഡ് ഉണ്ട് അവർക്ക്. അതായത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡ്. അവിടെ പോളണ്ടുകാരുടെ, നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ പറയുന്ന പോലെ പോളണ്ടുകാരുടെ അവരുടെ ഒരു റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് അവിടെ. അപ്പൊ അവിടെ പോകുമ്പോൾ അപ്പൊ നമ്മളെന്ത് വിചാരിക്കും, അങ്ങനത്തെ ഒരു ആർട്ടിക് സ്ഥലത്ത് പോകുമ്പോൾ എല്ലാം മഞ്ഞാൽ ചുറ്റപ്പെട്ട സ്ഥലമായിരിക്കും. ശരിക്കും ആയിരുന്നില്ല. ഞാൻ പോകുന്നത് വിന്ററിന്റെ പീക്ക് സമയത്താണ്. പക്ഷെ ഞാൻ പോയപ്പോ ശരിക്കും +2-3 ഡിഗ്രി എന്തോ ആണ്. അത്രയ്ക്ക് ചൂടായിരുന്നു. 2-3 ഡിഗ്രി നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഭയങ്കര തണുപ്പാണെന്ന് പറയും. പക്ഷെ ആ സ്ഥലത്ത് 2-3 ഡിഗ്രി എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടുത്തെ ആ റിസർച്ച് സ്റ്റേഷനിൽ താമസിക്കുന്ന ആൾക്കാരുടെ കൂടെ അവരുടെ വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു, പട്ടികൾ ഉൾപ്പെടെ. ആ എൻവയൺമെന്റിൽ അത് ശരിക്കും എനിക്കൊരു ഐ ഓപ്പണറായിരുന്നു. അതായിരുന്നു എന്റെ ഇത്. ഇനിയിപ്പോ എന്റെ ഈ പ്രോഗ്രാമിന്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ ടിപ്സ് ഒക്കെ വ്യൂവേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന്റെ അഭിമാനമാണ് ഇപ്പം ഡോക്ടർ വിഷ്ണു നന്ദൻ എന്ന് പറയുന്ന ഒരു റിസർച്ച് സയന്റിസ്റ്റ്. സോ ഇത്രയും സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ യങ്ങർ ജനറേഷൻ സജഷൻസ് അല്ലെങ്കിൽ ടിപ്സ് അല്ലെങ്കിൽ അഡ്വൈസസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ?
നല്ലൊരു ചോദ്യം. എൻ്റെ ഇതുവരെയുള്ള ലൈഫ് ആൻഡ് കരിയർ എക്സ്പീരിയൻസ് വെച്ച് ഒറ്റ അഡ്വൈസേ ഉള്ളൂ. കഴിഞ്ഞ ഒരു 7 കൊല്ലത്തിനിടയിലാണ് ശരിക്കും ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് വന്നു പെട്ടത്. ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നു എങ്കിൽ എനിക്ക് അതിന് മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡ് സെലക്ട് ചെയ്ത് പോകാമായിരുന്നു. ഞാൻ പോയില്ല. കാരണം ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ശരിക്കും നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടല്ല പഠിക്കുന്നത്. നമ്മുടെ നെയ്ബർ രാജു ചേട്ടൻ അല്ലെങ്കിൽ പിങ്കി ചേച്ചി അല്ലെങ്കിൽ ഡോക്ടറാവും, അപ്പോൾ എന്നാൽ ഞാനും ആവും എന്ന രീതിയിലാണ്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, 12ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ബിടെക് കിട്ടിയില്ലെങ്കിൽ നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് വേണമെങ്കിൽ BSc അപ്ലൈ, യൂണിവേഴ്സിറ്റി കോളേജിൽ BSc അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ മൈക്രോ ബയോളജിക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചെവി കേട്ടില്ല. ഞാൻ വെറും BSc അല്ലെങ്കിൽ BA എന്ന് വിചാരിച്ച് എഴുതിത്തള്ളി. അപ്പോൾ ഞാൻ കാലം തെറ്റി ഇച്ചിരി താമസിച്ചാണ് ശരിക്കും എൻ്റെ ഒരു പാഷൻ മനസ്സിലാക്കിയത്. ഇപ്പൊ വരുന്ന അപ്കമിങ് ബഡിങ് സ്റ്റുഡൻസ് അവർക്ക് ശരിക്കും കുറച്ചുകൂടെ ഇൻഡിപെൻഡൻസ് ഉണ്ട്. അവരുടെ പാഷൻ തിരഞ്ഞെടുക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനും ഒക്കെ. അത് ഫസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത്, ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. റിസ്കി ആണെങ്കിലും തിരഞ്ഞെടുക്കുക. അത് വർക്കൗട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. കൂടിപ്പോയാൽ എന്ത് പറ്റും? ആൾക്കാർ കളിയാക്കും. ആൾക്കാർ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. അതിപ്പോൾ പഠിച്ച് നന്നായാലും ആൾക്കാർ കളിയാക്കും. അതിൽ കാര്യമില്ല. അപ്പോൾ ആ റിസ്ക് എടുക്കുക, അത് പെർസീവ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ അഡ്വൈസ്. രണ്ടാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ട്രഡീഷണൽ സബ്ജക്ട്സ്, അതായത് ഇപ്പോൾ ഈ എൻജിനീയറിംഗ് മെഡിസിനും ഇഷ്ടമുള്ളവർ തിരഞ്ഞെടുക്കട്ടെ. പക്ഷെ അതല്ലാണ്ട് തന്നെ ഒരുപാട് അപ്കമ്മിങ് പുതിയ റെവല്യൂഷണറി മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡേറ്റ സയൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ മൈക്രോ ബയോളജി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി, ഇതൊന്നും നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്ത സബ്ജക്ട്സ് ഒക്കെയാണ്. അതിനൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ അത് പഠിക്കുക. പഠിച്ചിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഫീൽഡ് മാറുക. ഇപ്പം ഞാൻ ഫീൽഡ് മാറി, എനിക്ക് മോശമായിട്ടൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് റാഡിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ, അത് എഗെയിൻ മറ്റേ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ പോലെ റാഡിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്തേണ്ടിടത്ത് എത്തും. ഇതാണ് എൻ്റെ അഡ്വൈസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല അഡ്വൈസ് ആയിരുന്നു. സോ എനിക്കിനി നെക്സ്റ്റ് ചോദിക്കാനുള്ളത്, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇനി നെക്സ്റ്റ് എക്സ്പെഡിഷൻസ് എന്താണ്, ഇനി എന്നാണ്, അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് റിസർച്ച് വർക്ക് എന്താണ്? സോ ഫ്യൂച്ചർ വർക്ക്സ് എന്തൊക്കെയാണെന്ന് പറയൂ. അങ്ങനെ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ചിന്തിച്ച് തല ഉണ്ടാക്കാറില്ല ഞാൻ. പക്ഷേ ഇപ്പൊ എക്സ്പെഡിഷൻസ് ഒക്കെ എല്ലാ കൊല്ലവും കാണും. ഇനി അടുത്ത എക്സ്പെഡിഷൻ ഈ കൊല്ലം എന്തായാലും ഇല്ല. അടുത്ത എക്സ്പെഡിഷൻ അടുത്ത കൊല്ലമായിരിക്കും. അത് യുറീക്ക എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ആർക്കിമിഡീസ് ചേട്ടൻ പറഞ്ഞ പോലെ യുറീക്ക എന്ന് പറഞ്ഞിട്ട് സ്ഥലം ഉണ്ട്. അത് ആർട്ടിക്കിളാണ്. അങ്ങോട്ടൊരു യാത്രയാണ് അടുത്ത ഏപ്രിലോ മാർച്ചിലോ, ഡിസൈഡ് ചെയ്തിട്ടില്ല. അവിടെ കാണും. അങ്ങനെയുള്ളു. അല്ലാതെ അടുത്ത 5 കൊല്ലം ഞാൻ എന്താകും എന്നുള്ള ചോദ്യമൊന്നും എനിക്കില്ല. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇത് എനിക്ക് കിട്ടിയേക്കുന്നത് ദിവ്യ ബാബു നിന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സിൻസ് യു ഹാവ് ബീൻ ടു ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് എക്സ്പെഡിഷൻസ്, you have a better understanding of the effects that the climate change has on the polar ice caps. So my question is, what advice do you give to the current and newer generations to minimize these problems? വളരെ നല്ലൊരു ചോദ്യം. ഇതിന് 2 ഉത്തരമുണ്ട്. പെട്ടെന്നുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല. കാരണം ഇപ്പൊ ഇപ്പൊ ദിവ്യ പറഞ്ഞ പോലെ ഈ ഐസ് ക്യാപ്സും ഇപ്പൊ സീ ഐസ് ആയാലും ഗ്ലേഷ്യർ ആയാലും ഐസ് ഷെൽസ് ആയാലും അതിപ്പോ മെൽറ്റ് ചെയ്യുവാണല്ലോ. അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഐസ് ആവത്തില്ലല്ലോ. അപ്പൊ അത് മെൽറ്റ് ചെയ്ത് നേരെ കടലിലേക്ക് പോകുന്നു. അതിനി ഫ്രീസ് ചെയ്ത് തരത്തില്ല.
അപ്പോൾ അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അപ്പൊ അതിന് വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. പക്ഷേ ഇപ്പൊ ഈ ഗ്ലോബൽ വാർമിംഗ് ആ ഒരു എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡിലേ ചെയ്യിപ്പിക്കാം. അതായത് കുറച്ചുകൂടെ നമ്മുടെ പച്ച മലയാളത്തിൽ പിന്നെ നമ്മൾ കാണിക്കുന്ന കോപ്രായത്തിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാം. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മള് വീട്ടിലുള്ള വേസ്റ്റ് കത്തിക്കുകയും അത് കത്തിക്കാതിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കാറായാലും സ്കൂട്ടറായാലും ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ബയോഫ്യൂവൽ എന്നോ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി എന്ന രീതിയിൽ അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടെസ്ല പോലുള്ള ഇലക്ട്രിക് ബാറ്ററി ഓപ്പറേറ്റഡ് കാറുകളൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ പൊല്യൂഷൻ കുറയ്ക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇപ്പൊ ഒരു ബബിൾ ഗം കഴിച്ചിട്ട് അതിന്റെ തൊലി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരും കാണാണ്ട് നമ്മൾ ചിലപ്പോൾ സൈഡിലേക്ക് കളയും. അത് കളയാതിരിക്കുക. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എൻവയൺമെന്റ് കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആവും. അത് നമ്മുടെ പൂർവികർ പറയുന്നത് പോലെ അവരെ കണ്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ നമ്മളെ കണ്ടു വേണം അടുത്ത ജനറേഷൻ പഠിക്കാൻ. ക്ലൈമറ്റിനും ഈ വെതർ പാറ്റേൺസിനും ഒക്കെ എപ്പോഴും ഒരു നാച്ചുറൽ വേരിയബിലിറ്റി കാണും. ചൂടുണ്ടെങ്കിൽ തണുപ്പും കാണും, മഴയുണ്ടെങ്കിൽ മഴ ഇല്ലാണ്ടും കാണും. അത് ആ ഒരു നാച്ചുറൽ വേരിയബിലിറ്റി എപ്പോഴും കാണും. പക്ഷെ നമുക്ക് തടയേണ്ടത് ഈ നാച്ചുറൽ വേരിയബിലിറ്റിയിലുള്ള ഫ്ലക്ച്വേഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മുടെ മൺസൂൺ ഇപ്പൊ എല്ലാ കൊല്ലവും നമുക്ക് മൺസൂൺ മഴ കിട്ടും. പക്ഷെ ഇപ്പൊ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊന്ന് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് മൺസൂണിന്റെ ടൈമിംഗ് ഒക്കെ മാറും. അത് കാലം തെറ്റിയുള്ള മഴയൊക്കെ വരും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കാലം തെറ്റിയ മഴ വരും. മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യത്തില്ല, മഴ പെയ്യാണ്ടാത്ത സമയത്ത് മഴ പെയ്യും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. അല്ലാതെ ആണെങ്കിൽ നാച്ചുറൽ വേരിയബിലിറ്റി കാരണം എൻവയൺമെന്റിന് വേറെ കുഴപ്പമൊന്നും വരത്തില്ല. നമ്മുടെ കയ്യിലിരിപ്പ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ദിവ്യ തന്നെ എനിക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ടുണ്ട്. വെൻ യു ഗോ ഓൺ സച്ച് എക്സ്പെഡിഷൻസ്, വാട്ട് ഡു യു ഡു വെൻ യു ആർ നോട്ട് വർക്കിംഗ് ഓൺ ഷിപ്സ്? അതായത് ഇപ്പം എപ്പോഴും എക്സ്പെഡിഷന് അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യാൻ പുറത്തേക്ക് പോകില്ലല്ലോ ഷിപ്പിന്റെ പുറത്ത്. അപ്പൊ ഷിപ്പിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈം പാസ്, എന്തായാലും ഫുൾ ടൈം വർക്ക് തന്നെ ആയിരിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു ഫ്രീ ടൈമിൽ എന്തൊക്കെയായിരിക്കും മെയിൻലി ചെയ്യുന്നത്? ഞാൻ മൊസൈക്കിന് പോയപ്പോ അവിടെ ഈ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രിയില് കാർഡ്സ് കളിക്കുകയോ അല്ലെങ്കിൽ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ പല ഗെയിംസുമായിട്ട് കൊണ്ടുവരും. ഇപ്പൊ കാർഡ് ഗെയിംസ് ആണെങ്കിലും ബോർഡ് ഗെയിംസ് ആണെങ്കിലും അതൊക്കെ കൊണ്ടുവരും. അത് മാത്രമല്ലാണ്ട് ഞാൻ പോയപ്പോ ക്രിസ്മസ് ഉണ്ടായിരുന്നു, ന്യൂ ഇയർ ഞാൻ നോർത്ത് പോളിൽ അടുത്ത് വെച്ചാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്തത്. നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് പിന്നെ എന്റെ ബർത്ത്ഡേ ശരിക്കും മൊസൈക്ക് വെച്ചാണ് ഞാൻ ആഘോഷിച്ചത്. അപ്പൊ അതൊക്കെ ശരിക്കും ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. ന്യൂ ഇയറിന്റെ അന്ന് രാത്രി ശരിക്കും നമ്മള് സീ ഐസിലായിരുന്നു. നമ്മളൊരു ഫയർ പ്ലേസ് ഒക്കെ ഉണ്ടാക്കി ടീ ഒക്കെ കൂട്ടി അതിന്റെ ചുറ്റും നിൽക്കുകയും ഐസ് വൈനൊക്കെ കുടിക്കുകയും അതൊക്കെ രസമായിരുന്നു. അതൊക്കെ അപ്പൊ ഞാൻ എപ്പോഴും പോയപ്പോ എന്റെ കൂടെ നന്നായിട്ട് ബേക്ക് ചെയ്യുന്ന, അതായത് കേക്കും ഈ കുക്കീസും ഒക്കെ ബേക്ക് ചെയ്യുന്ന നന്നായിട്ടറിയാവുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് റിസർച്ച് സ്റ്റേഷനിൽ വരുമ്പോ എന്റെ ആ ഫ്രണ്ടിന്റെ കുക്കീസ് ഉണ്ടാക്കുന്ന കണ്ടു പഠിക്കുക എന്നായിരുന്നു നമ്മുടെ മെയിൻ തൊഴിൽ. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കലാപരിപാടികളൊക്കെ നമുക്കുണ്ട്. അല്ലാതെ വേറെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമോ അവിടെ ഷിപ്പിൽ പോകുമ്പോ? ഞാനിപ്പോ ഈ ഷിപ്പിന്റെ റൂൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ കാലത്തിന് ഇത്തവണ ഞാൻ ഈ പൊളാർ സ്റ്റേൺ കപ്പലിൽ പോയപ്പോ ഞാനായിരുന്നു ഏക ഇന്ത്യൻ. അപ്പോ അവർക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഷിപ്പിലെ ക്യാപ്റ്റന്റെ അപ്രൂവലോട് കൂടി എനിക്ക് ഷിപ്പിലെ ഈ കിച്ചണില് ഷെഫിന്റെ കൂടെ എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ പറ്റി. രണ്ടു വേണം അങ്ങനെ ചെയ്യാൻ പറ്റി. അപ്പൊ എത്ര പേർക്കാണ് അത് ചെയ്തത്? എത്ര ഒരു ഏകദേശം 64 സയന്റിസ്റ്റും പിന്നെ കപ്പലിലെ ക്രൂ ഉണ്ട് ഒരു 30, ഏകദേശം 100 പേർക്ക്.
ഞാൻ ഒറ്റയ്ക്ക് 100 രൂപ ഉണ്ടാക്കുന്നില്ല, എനിക്ക് ഹെൽപ്പും ഉണ്ടായിരുന്നു. മെയിൻ ഷെഫ് ഹെൽപ്പർ ആയിട്ടല്ലേ? അങ്ങനെയാണോ? ഞാനായിരുന്നു മെയിൻ ഷെഫ്, ഷെഫ് എന്റെ ഹെൽപ്പർ ആയിട്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിയത്? ആദ്യത്തെ തവണ ഉണ്ടാക്കിയപ്പോ വെജ് ഫ്രൈഡ് റൈസ് അല്ല, വെജിറ്റബിൾ റൈസും പിന്നെ നമ്മുടെ നാടൻ സ്റ്റൈലില് കോഴിക്കറിയും തേങ്ങ ഇല്ലാണ്ട്, വറുത്തരച്ച തേങ്ങ ഇല്ലാണ്ട്, തേങ്ങ കിട്ടത്തില്ല. പിന്നെ പനീർ ഇല്ലാത്തതുകൊണ്ട് ടോഫു ഉണ്ടായിരുന്നു. ടോഫു ബട്ടർ മസാല. പനീർ ബട്ടർ മസാലയ്ക്ക് പകരം ടോഫു ബട്ടർ മസാല. അടിപൊളി. രണ്ടാമത്തെ തവണ ടോഫു തന്നെ ആയിരുന്നു, പക്ഷെ സ്പിനച്ച് ഒരുപാടുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ടോഫു സാഗ്. അപ്പൊ എങ്ങനെയായിരുന്നു ഇവിടെ ഫീഡ്ബാക്ക്? പൊതുവെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളതാണ് ഇന്ത്യൻ ഫുഡ്. പക്ഷെ എരിവ് കുറച്ചുണ്ടാക്കിയോണ്ട് ആരും എന്നെ ചീത്ത വിളിച്ചില്ല. അതെ. ഓക്കെ. സോ അപ്പൊ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ? ലൈക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഫുഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു രസമാണ്. അതൊരു ഇപ്പൊ നമ്മുടെ ജോലിക്കിടയിലും ഒരു സ്ട്രെസ്, ഒരു കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു സ്ട്രെസ് ബസ്റ്ററാണ് എന്തായാലും. അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് എടുത്തു. അടിപൊളി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്തത് സുജിത്ത് ആണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ആർ ദ ആക്ച്വൽ പ്രിപ്പറേഷൻസ്, physical or mental, that you do before you go on extreme expeditions? സുജിത്ത് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാല് സ്വന്തമായിട്ട് ഡോക്ടർ വിഷ്ണു നന്ദൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യുന്ന എക്സ്പെഡിഷന് പോകുമ്പോൾ എന്നുള്ളതാണ്. പൊതുവെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മളിപ്പോ തലേന്ന് ബാഗ് പാക്ക് ചെയ്ത് തൊട്ടടുത്ത ദിവസം രാവിലെ ഇറങ്ങി പോകുന്ന പരിപാടി ഉണ്ടല്ലോ, നമുക്ക് സ്ഥിരം അത് നടക്കൂല. അപ്പോ ഈ ലോജിസ്റ്റിക്കലി നോക്കുവാണെങ്കിൽ, അപ്പൊ പേഴ്സണൽ ലോജിസ്റ്റിക്സ് നോക്കാം. പേഴ്സണൽ ലോജിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഇപ്പൊ പോകുന്ന സ്ഥലത്തിലെ ക്ലൈമറ്റ് ഇപ്പൊ എന്തായാലും തണുപ്പായിരിക്കും, പക്ഷെ നല്ല തണുപ്പുള്ള നല്ല ഹ്യൂമിഡ്, നല്ല ഒന്നിൽ ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വെറ്റ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടി വിന്റർ ക്ലോത്ത്സ്, വിന്റർ ജാക്കറ്റ് ആയാലും എന്താണേലും അത് നമ്മൾ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോ എല്ലാ ക്ലൈമറ്റിനുള്ള ക്ലോത്തിങ് എൻ്റെ ഉണ്ട് ഈ എക്സ്പെഡിഷന് പോകാനുള്ള. അപ്പൊ അത് നേരത്തെ ചൂസ് ചെയ്ത് വെക്കും. അതങ്ങനെ. ഇനി ഇപ്പൊ നല്ല തണുപ്പും നല്ല ഡ്രൈ ക്ലൈമറ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഫ്രോസ്റ്റ് ബൈറ്റ് അടിക്കും. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ മെഡിസിൻ ആണ്, ഓയിൻമെന്റ്സ് ആണെങ്കിലും ഇപ്പൊ മോയ്സ്ചറൈസർ ആണെങ്കിലും അതൊക്കെ നേരത്തെ എടുത്തു വെക്കും. ഇനി ചിലയിടത്ത് പോകുമ്പോ ആഹാരം കിട്ടണമെന്നില്ല. അപ്പൊ ചിലപ്പോ പോയി കഴിഞ്ഞിട്ടായിരിക്കും, പല ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആഹാരം ചിലപ്പോൾ വരുന്നത്. ഇപ്പൊ വേറെ ഏതെങ്കിലും കപ്പലില്. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ആഹാരം ഞാൻ തന്നെ കൊണ്ടുപോകും. ഇപ്പൊ എനർജി ബാർ ആണെങ്കിലും, അല്ലെങ്കിൽ ഓട്സ് ആണെങ്കിലും, റെഡിമെയ്ഡ് ഇൻസ്റ്റന്റ് ഓട്സ് ആണെങ്കിലും, അതെന്താണെങ്കിലും അതൊക്കെ നേരത്തെ എടുത്തു വെക്കും. ഓവർലോഡ് ചെയ്യത്തില്ല. സോ അടുത്തത് എനിക്കൊരു 3 ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ആര്യ ആണ് എനിക്ക് ആ 3 ക്വസ്റ്റ്യൻസ് തന്നേക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: how advanced is India in such research? Like, are there any universities or colleges in India with degree related to ocean research? ഇന്ത്യയിൽ ഇപ്പൊ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു സ്റ്റഡീസ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെന്നാണ് ആര്യ ഇപ്പൊ ചോദിക്കുന്നത്. ഇപ്പൊ കാനഡയിലാണല്ലോ ഇപ്പൊ എല്ലാ സ്റ്റഡീസും ഡോക്ടർ വിഷ്ണു ഇതെന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യയിൽ നമുക്ക് എത്രത്തോളം ഈ ഒരു ഇതിന് സ്കോപ്പ് ഉണ്ട്, ഈ ഒരു സ്റ്റഡീസ് ആക്ച്വലി? ഈ ഇന്ത്യയിൽ ഇപ്പോ രണ്ടായിട്ട് തിരിക്കാം. ഇപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ക്യുസാറ്റിൽ തന്നെ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അവർക്ക് മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറൈൻ ഫിഷറീസ്, അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ അന്റാർട്ടിക്കയിൽ വർക്ക് ചെയ്യുന്നതല്ല, പക്ഷെ ഇപ്പൊ അറേബ്യൻ സീ ആയാലും ബേ ഓഫ് ബംഗാളിലായാലും അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെയാണ് അവരുടെ സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത് മെയിൻലി. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇപ്പോ ഹൈദരാബാദില് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സയൻസ് എന്ന് പറഞ്ഞ് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. നമ്മുടെ പണ്ട് സുനാമി വന്നതിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ സുനാമി വാർണിംഗ് സിസ്റ്റം ഒക്കെ അവരാണ് ശരിക്കും മോണിറ്റർ ചെയ്യുന്നത്, അഡാപ്റ്റ് ചെയ്യുന്നതൊക്കെ അവരാണ്. പിന്നെ പൊളാർ സയൻസിനായിട്ട് സ്പെസിഫിക്കലി ഇപ്പൊ നമ്മളിപ്പോ
ഈ എവറസ്റ്റ് അല്ലെങ്കിൽ ഹിമാലയാസ് അത് ശരിക്കും നമ്മൾ കോയിൻ ചെയ്യുന്ന പേര് തേർഡ് പോളായിട്ടാണ്. അതായത് നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്, നമ്മുടെ ഹിമാലയ എന്ന് പറയുന്നത് തേർഡ് പോളാണ്. അപ്പോ ഈ ഹിമാലയൻ റിസർച്ച് ചെയ്യുന്ന 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലുണ്ട്. ഒന്ന് സ്നോ ആൻഡ് അവലാഞ്ച് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ചണ്ഡീഗഡ്, പഞ്ചാബ്, അവിടെ ഉണ്ട്. പിന്നെ വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി എന്ന് പറഞ്ഞ് ദെഹ്റാദൂണില് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവിടെയൊക്കെ ശരിക്കും ക്യുസാറ്റിൽ ഡിഗ്രി ആയിട്ട് ചെയ്യാം. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ശരിക്കും ഈ നമ്മൾ മാസ്റ്റർ അല്ലെങ്കിൽ ബാച്ചിലർ തീസിസ് അല്ലെങ്കിൽ മാസ്റ്റർ തീസിസ് ചെയ്യുമ്പോൾ അവിടെ പോയി തീസിസ് പോയി ചെയ്യാം. അവിടെ ഒരു സയന്റിസ്റ്റ് കാണും, ആ സയന്റിസ്റ്റിന്റെ കൂടെ ജോലി ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ ജോലി കിട്ടുകയും ചെയ്യാം. ഇനി പൊളാർ സയൻസസിൽ ഇപ്പൊ ആർട്ടിക്കിലും അന്റാർട്ടിക്കയിലും റിസർച്ച് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഗോവയില്, നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ആൻഡ് അന്റാർട്ടിക് റിസർച്ച്. അപ്പോ അവിടെയുള്ള സയന്റിസ്റ്റ് ശരിക്കും ആർട്ടിക്കൽ ഇന്ത്യൻ സ്റ്റേഷനിലും അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യൻ സ്റ്റേഷനിലൊക്കെ എല്ലാ കൊല്ലവും എക്സ്പെഡിഷൻസ് നടത്താറുണ്ട്. അവർക്ക് CIs ഫോക്കസ് ചെയ്യുന്ന റിസർച്ച് ഒക്കെ കുറവാണ്. അവരുടെ കൂടുതലും ഈ ആർട്ടിക് ഓഷ്യൻ അല്ലെങ്കിൽ സദേൺ ഓഷ്യൻ റിലേറ്റഡ് ഈ ബയോളജിക്കൽ റിസർച്ച് ആണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. CIs റിസർച്ച് ഉണ്ട്, പക്ഷെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അവിടെയും അറ്റ് ദ സെയിം ടൈം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി ഗോവ, അവിടെയും ഇപ്പോ ഈ ഫീൽഡിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ ഫീൽഡിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അവിടെ പോയി ഒന്നിൽ അവിടുത്തെ സയന്റിസ്റ്റ് ആവുകയോ അല്ലെങ്കിൽ റിസർച്ച് അസോസിയേറ്റ് ആവുകയോ അല്ലെങ്കിൽ പ്രൊജക്ട് സയന്റിസ്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഇപ്പോ നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റർ തീസിസ് ചെയ്യണമെങ്കിൽ അവിടെ പോയി ചെയ്യാം. അപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ത്യയിൽ ഒരു എമേർജിംഗ് ഫീൽഡായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ പോളാർ റിസർച്ച് എന്ന് പറയുന്നത്. So അടുത്ത ക്വസ്റ്റ്യൻ, you have been to both north and south poles. Did you experience effects of climate change? എല്ലാ തവണ പോകുമ്പോഴും എങ്ങനെയെങ്കിലും ഒക്കെ ആ ക്ലൈമറ്റ് ചേഞ്ചിന്റെ എഫക്ട് ശരിക്കും ഡയറക്ട്ലി എഫക്ട് ചെയ്യും. അതിന് ഒരു എക്സാമ്പിൾ, 2 എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പോയ മൊസൈക് എക്സ്പെഡിഷൻ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ നവംബർ മുതൽ ഈ കൊല്ലം ഏപ്രിൽ വരെ ആയിരുന്നു. അപ്പോ ശരിക്കും സൂര്യനില്ല, അപ്പൊ ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷെ ഈവൻ നോർത്ത് പോളിനടുത്ത്, അതായത് ഭൂമിയിലെ ജിയോഗ്രഫിക്കൽ നോർത്ത് പോളിനടുത്ത് ഈ സമയത്ത് ശരിക്കും ഏകദേശം 30ഓളം എക്സ്ട്രീം സ്റ്റോംസ് ഉണ്ടായി, കൊടുങ്കാറ്റുകൾ ഉണ്ടായി ആ സമയത്ത് തന്നെ. ഈ കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒത്തിരി തണുപ്പായിരിക്കുന്നു, പക്ഷെ ശരിക്കും ചൂട് കാറ്റായിരുന്നു ശരിക്കും. അപ്പോ ചില രാത്രികളിലൊക്കെ ഒരു രാത്രി ചിലപ്പോൾ -35 ആയിരിക്കും, തൊട്ടടുത്ത ദിവസം സ്റ്റോം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ -5 കൂടും. ഏകദേശം 30 ഡിഗ്രിയോളം ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് ശരിക്കും ഈ CIസിനെ ഒത്തിരി എഫക്ട് ചെയ്യും, പെട്ടെന്ന് മെൽറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത് ഒരു എക്സ്പീരിയൻസ്. 2017 ഞാൻ കേംബ്രിഡ്ജ് ബേ എന്ന് പറഞ്ഞ കനേഡിയൻ ആർട്ടിക് ഒരു സ്റ്റേഷനിൽ പോയപ്പോ മെയ് പകുതിയോളം ആകുമ്പോ ശരിക്കും ഒരു -15 -20 ശരിക്കും എയർ ടെമ്പറേച്ചർ. ഏതോ ഒരു ദിവസം ഞാനും എന്റെ ഫ്രണ്ടും ഈ ഐസിൽ ജോലി ചെയ്യുന്നതിനിടയിൽ വി ഫെൽറ്റ് വെരി വാം. എന്നിട്ട് ഞാന് തുണിയെല്ലാം ഊരി കളഞ്ഞു, അർദ്ധനഗ്നനായി ഐസിൽ നിന്നു. അത് റോൾ മോഡലായിട്ട് ചെയ്യേണ്ടതൊന്നും അല്ല ആരും. പക്ഷെ ആ സമയത്ത് ഏകദേശം ഒരു -2 -1 ഈവൻ +2 3 ആ ടെമ്പറേച്ചറിലേക്ക് പോയി. ശരിക്കും അത്രമാത്രം വാം ആയിരുന്നു. ഞാൻ ഈ വാം എന്ന് പറഞ്ഞാൽ +4 എന്ന് പറഞ്ഞാൽ ചൂടെന്നല്ല, അത് തണുപ്പാണ്. ഞാൻ റിലേറ്റീവ് ആയിട്ട് കമ്പാരിസൺ ആയിട്ട് പറയുമായിരുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പാർട്ട് 1 എപ്പിസോഡ് കണ്ട മിക്കവരും എന്നോട് കൂടുതലും എടുത്തു ചോദിച്ചത് അറോറ ലൈറ്റ്സിനെ കുറിച്ചാണ്. അതിന്റെ പിക്ചേഴ്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് കുറെ പേര് ഇനിയും പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ റിക്വസ്റ്റ് വന്നിരുന്നു. സോ എനിക്ക് ഇന്ന് കാർത്തികയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് കിട്ടിയിരിക്കുന്നത്.
അപ്പൊ കാർത്തിക ചോദിക്കുന്നത് ഈ അറോറ ലൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയോ, എങ്ങനെയാണ് ഇത് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനൻ എപ്പോ കാണാൻ പറ്റും, അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാമോ എന്നാണ് കാർത്തിക ചോദിക്കുന്നത്. പ്ലസ് കാർത്തികയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിന്റെ പേരും അറോറ എന്നാണ്. അപ്പൊ ഈ ഒരു ഫിനോമിനൻ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അവർ ആ അക്കൗണ്ടിനും ആ പേരിട്ടത് എന്ന് പറഞ്ഞു. അപ്പൊ കൂടുതലായിട്ടൊന്ന് അറോറയെ കുറിച്ച് ഒന്ന് പറയും. അപ്പൊ കാർത്തികയുടെ വളരെ നല്ലൊരു ചോദ്യം. അപ്പൊ ഈ അറോറ എന്ന് പറയുന്നത് ശരിക്കും നോർത്ത് പോളിലും സൗത്ത് പോളിലും ഉണ്ട്. നോർത്ത് പോളിൽ ഇതിന് അറോറ ബോറിയാലിസ് എന്നും സൗത്ത് പോളിൽ അറോറ ഓസ്ട്രാലിസ് എന്നും പറയും. ഇതിനെ നമ്മൾ നോർത്തേൺ ലൈറ്റ്സും സദേൺ ലൈറ്റ്സ് എന്ന് പറയും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഇത് കാണാൻ ഇത്ര ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കാണാനത്, അതിന്റെ ഉത്തരം ഞാൻ വളരെ ലളിതമായി പറയാൻ ശ്രമിക്കാം. അപ്പോ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതായത് ഒരു കാന്തവലയം എന്ന് പറയും. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ശരിക്കും ഇക്വേറ്റർ സൈഡിലാണ്, അത് ഭൂമിയുടെ നടുക്കാണ്, നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത്, ഭാരതമൊക്കെ. ആ മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും അതിന്റെ സ്ട്രെങ്ത് ഏറ്റവും കുറവെന്ന് പറയുന്നത് ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലുമാണ്. ഓക്കെ, അതൊരു സൈഡിൽ വയ്ക്കുക. ഈ സൂര്യൻ, നമ്മുടെ സൂര്യ ഭഗവാൻ, നമ്മള് ഇപ്പം ഭൂമിയിൽ ചുഴലിക്കാറ്റുണ്ടാകുന്ന പോലെ സണ്ണും സൂര്യനും ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് കൊടുങ്കാറ്റൊക്കെ ഉണ്ടാവും, സോളാർ വിൻസ് എന്ന് പറയും. അപ്പൊ ഈ സോളാർ വിൻസ് ചില സമയത്ത് ഭയങ്കര സ്ട്രോങ് ആവും, ചില സമയത്ത് ഭയങ്കര വീക്ക് ആയിരിക്കും. ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാറ്റ്, ഈ സോളാർ വിൻസ് ശരിക്കും ഭൂമിയിൽ എത്തിപ്പെടും. അപ്പൊ ആ അറ്റ്മോസ്ഫിയറിൽ എത്തിപ്പെടുമ്പോൾ ഈ ഭൂമിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ശരിക്കും ഇതിനെ തുരത്തി കളയാൻ നോക്കും. ഓക്കെ, കാരണം ഇത് ഭയങ്കര ഹാംഫുൾ ആണത്. പക്ഷെ ഈ പൊളാർ റീജിയൻസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവായുണ്ട്. അപ്പോൾ ഈ സോളാർ വിൻഡിൽ ശരിക്കും ആ പാർട്ടിക്കിൾസിൽ ഈ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. അതായത് കൊച്ചു കൊച്ചു ആറ്റം മോളിക്യൂൾ എന്നാണ് പറയാം. അതിന്റെ ഏറ്റവും ചെറിയ മോളിക്യൂളാണ് ഈ പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെ. ഈ പാർട്ടിക്കിൾസ്, അതായത് സോളാർ വിൻഡിലെ ഈ പാർട്ടിക്കിൾസ് ശരിക്കും ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനും നൈട്രജനും ഉണ്ടല്ലോ, അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഈ കളർഫുൾ ആയിട്ട് ഈ എമിഷൻസ് ഉണ്ടാകുന്നത്. കളർഫുൾ ആയിട്ട് ഈ ഇങ്ങനെ നമ്മളെ ഈ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്ന പോലെയാണ്, ലൈറ്റ് ഉണ്ടാവില്ല, അതുപോലെ പല കളറിൽ വരും. അപ്പൊ ഇത് ഈ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ റെഡ് കളറിലായിരിക്കും, നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്ലൂ കളറിലായിരിക്കും. അതുകൊണ്ടാണ് ശരിക്കും പൊളാർ റീജിയൻസിൽ മാത്രമായിട്ട് ഇത് കാണുന്നത്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും കുറവ് പൊളാർ റീജിയൻസിലാണ്. ഇനി ലെറ്റ്സ് സേ ഇപ്പോ എപ്പോഴും കാണാൻ ഒക്കത്തില്ല, ഇപ്പൊ ഭയങ്കര ക്ലൗഡി, ഭയങ്കര കാർമേഘമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കാണാൻ ഒക്കത്തില്ല. ഒട്ടും ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാതെ, അതായത് ഇപ്പൊ ഗ്രീൻലൻഡിലൊക്കെ ആൾക്കാർ താമസം, അവിടെയും കൊച്ചു കൊച്ചു സിറ്റീസ് ഒക്കെ ഉണ്ട്, അവിടെ ഒന്നും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ ലൈറ്റ് പൊല്യൂഷൻ ഉണ്ട്. അത് വീട്ടിൽ നിന്നും ഇപ്പോ അടുത്തുള്ള സെറ്റിൽമെന്റ്സിൽ നിന്നൊക്കെ ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റ് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ശരിക്കും രാത്രി നക്ഷത്രങ്ങളെ കാണുന്ന പോലെയാണ്. കാർമേഘങ്ങളില്ലെങ്കിൽ നക്ഷത്രങ്ങളെ കാണാം, അതുപോലെയാണത്. ഇത് ശരിക്കും ഒരു ഡിസംബർ മുതൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഡിസംബർ മുതൽ ഒരു ജനുവരി അവസാനം വരെ ഇതിങ്ങനെ കാണാം. കാരണം ഇരുട്ടാണല്ലോ മുഴുവൻ സമയം. അപ്പൊ ഇത് ജനുവരി മുതൽ ഡിസംബർ മുതൽ ജനുവരി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുമോ, അതോ എപ്പോഴെങ്കിലും വൺ ടൈം ജസ്റ്റ് വന്ന് പോവാ, അങ്ങനെയാണോ? ഇല്ല, അങ്ങനല്ല. ചില സ്ഥലങ്ങളിൽ ഇതിന്റെ പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് ഈ സോളാർ വിൻഡിന്റെ സ്ട്രെങ്ത് പോലിരിക്കും. ഭയങ്കര ഹെവി, ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ കാണും. ഇത് എല്ലായിടത്തും കാണണമെന്നുമില്ല. കാരണം ഈ ഭൂമിയിലെ ഈ പൊളാർ റീജിയൻസിൽ പലയിടത്തും പല പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അറ്റ്മോസ്ഫിയറിൽ തന്നെ പല പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പൊ ഇതെല്ലാം അലൈൻ ചെയ്ത് വരുമ്പോഴേ കാണാനൊക്കത്തുള്ളൂ. ഇപ്പൊ പല ആപ്പുകളും ഉണ്ട്. ഈ ആപ്പുകളിൽ ഇപ്പൊ നമ്മൾ ഈ മറ്റേ മഴ ഫോർകാസ്റ്റ് ചെയ്യുന്ന വെതർ ഫോർകാസ്റ്റിംഗ് പോലെ നോർത്തേൺ ലൈറ്റ്സിന്റെ സദേൺ ലൈറ്റ്സിന്റെ ഫോർകാസ്റ്റിംഗ് ആപ്പും ഉണ്ട്. അപ്പൊ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ ഒക്കുമോ ഇല്ലയോ. നമ്മുടെ കേരളത്തിൽ എന്തായാലും കാണാൻ ഒക്കില്ല. പക്ഷെ ഇപ്പൊ അമേരിക്കയിലും ചില സ്ഥലത്ത് കാണാൻ പറ്റും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കാനഡയിൽ കാണാം. കണ്ടിട്ടുണ്ടോ?
ഡോക്ടർ വിഷ്ണു ഡയറക്റ്റ് കണ്ടിട്ടുണ്ടോ? കാനഡയില് യെല്ലോ നൈഫ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ യെല്ലോ നൈഫ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക് സർക്കിളിനടുത്തായിട്ടാണ്. അവിടെ വിന്റർ സമയത്ത് മിക്ക സമയം കാണാം. എന്തുകൊണ്ടാണ് അവിടെ പറ്റുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ കാണാം. അമേരിക്കയിൽ ഞാൻ മിഷിഗണിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അതായത് നോർവേ, ഫിൻലൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, ആ ബെൽറ്റിലുള്ള രാജ്യങ്ങളിലൊക്കെ കാണാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ നോർവേന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. ബട്ട് ഇത് നേരിട്ട് കാണാന്ന് പറയുന്നത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ? ആ ഒരു ഭംഗി, ആ ഫോട്ടോയിൽ തന്നെ നമുക്ക് ഇത്രയും ഭംഗിയാണെങ്കിൽ നേരിട്ട് കാണുമ്പോൾ എന്തൊരു നല്ല ഭംഗിയായിരിക്കും അല്ലെ? ശരിക്കും അവർ കാണാൻ പല കളേഴ്സും, ആ പല കളേഴ്സ് ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുക, അതിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. ഗ്ലിറ്റർ നമ്മൾ ഇടുന്ന പോലെ ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻസ്, ആക്ച്വലി എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇപ്പൊ ഇത്ര ആക്കിയത്. ഇനിയും എന്തെങ്കിലും അടുത്ത എക്സ്പെഡിഷൻ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടി എക്സ്പെഡിഷന്റെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാം അല്ലെ? താങ്ക് യു ഐശ്വര്യ. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഡോക്ടർ വിഷ്ണു നന്ദൻ. വീണ്ടും ഞങ്ങൾക്ക് ജോയിൻ ചെയ്ത് തന്നാലും വീണ്ടും കുറെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തതായാലും താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.